ഒരാളെ വധശിക്ഷയ്ക്ക് വിധേയയാക്കിയ ശേഷം അയാൾക്ക് മാപ്പ് കൊടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അതീഫ റജാബി 1987 സെപ്റ്റംബർ 21 ഇറാനിലാണ് ജനിച്ചത്. അവളുടെ ചെറുപ്പത്തിൽ തന്നെ അമ്മ മരിച്ചുപോയി. പിന്നീട് മുത്തശ്ശിയുടെ കൂടെയാണ് അവൾ ജീവിച്ചത്. അവൾക്ക് 13 വയസ്സുള്ളപ്പോൾ ഒരു കാറിൽ അവളെയും ഒരു ആൺകുട്ടിയെയും ഒരുമിച്ച് കണ്ടു എന്ന് പറഞ്ഞ് അവളെ ജയിലിലാക്കി. ശിക്ഷ നൽകിയത് 101 ചാട്ടവാറടിയായിരുന്നു. ജയിലിലായിരുന്നപ്പോൾ അവിടുത്തെ ഗാർഡുകൾ അവളെ പീഡനത്തിന് ഇരയാക്കി. അവൾ ജയിലിലായിരുന്ന കാര്യം അവളുടെ നാട്ടിലുള്ളവർക്കൊക്കെ അറിയാമായിരുന്നു. അതൊരു 51 വയസ്സുകാരൻ മുതലാക്കി അയാൾ അവളെ പീഡിപ്പിച്ചു. അതും വെളിയിൽ അറിഞ്ഞപ്പോൾ ഇവളെയാണ് ജയിലിൽ അടച്ചത്. അവൾക്ക് നീതി കിട്ടില്ല എന്ന് ഉറപ്പായപ്പോൾ കോടതിയിൽ വെച്ച് അവൾ ഹിജാബ് ഊരി വലിച്ചെറിഞ്ഞു. അവളുടെ ഷൂ എടുത്ത് ജഡ്ജിക്ക് നേരെയും എറിഞ്ഞു. തുടർന്ന് അവളെ വധശിക്ഷയ്ക്ക് വിധിച്ചു. ആ സമയത്ത് അവൾക്ക് വെറും 16 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ജനന സർട്ടിഫിക്കറ്റിൽ 16 വയസ്സായിരുന്നു പ്രായമെങ്കിലും അവളുടെ ശരീരം കണ്ടിട്ട് ഒരു ജഡ്ജ് അവളുടെ പ്രായം അങ്ങ് നിശ്ചയിച്ചു 22 വയസ്സ്. അവൾക്ക് 22 വയസ്സുണ്ട് എന്ന് പറഞ്ഞായിരുന്നു തൂക്കിലേറ്റിയത്. പിന്നീട് ഈ സംഭവം പുറം ലോകം അറിഞ്ഞപ്പോൾ അത് പ്രതിഷേധങ്ങൾക്ക് കാരണമായി. അപ്പോൾ ഇറാനിലെ കോടതി അവൾക്ക് മരണാനന്തരം മാപ്പ് നൽകി. ഒരാളെ ഇല്ലാതാക്കിയ ശേഷം മാപ്പ് നൽകിയിട്ട് എന്താ കാര്യം?